നമസ്കാരം. TGS മീഡിയയിലേക്ക് സ്വാഗതം. കേരളം കാതോർക്കുന്ന തൃശൂരിലെ പുതിയ വിശേഷങ്ങളും രാഷ്ട്രീയ കേരളത്തിലെ സുപ്രധാന മാറ്റങ്ങളും ആവേശക്കടലായ ലോകകപ്പ് വാർത്തകളും അടങ്ങുന്ന ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖല കടുത്ത പ്രതിസന്ധിയിലെന്ന് ഭൂമിക റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ. അശാസ്ത്രീയമായ ഫെയർ വാല്യൂ നിർണയവും ഉയർന്ന രജിസ്ട്രേഷൻ നിരക്കുകളും കാരണം ഭൂമി വിൽപ്പനയും നിർമ്മാണ മേഖലയും പാടെ തകർന്നിരിക്കുകയാണെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രധാന റോഡുകളിലെ അതേ ഫെയർ വാല്യൂ തന്നെയാണ് ഇട റോഡുകൾക്കും നിശ്ചയിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ വീട് വെക്കുന്നവർ പോലും വൻതുക മുദ്രപത്രത്തിന് നൽകേണ്ട അവസ്ഥയാണ്. ജപ്തി ഭീഷണിയിലുള്ള വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുവാൻ നോക്കിയാൽ പോലും ഉയർന്ന രജിസ്ട്രേഷൻ ഫീസ് വില്ലനാകുന്നു. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗത്വ ഫീസ് കുറച്ച് തൊഴിലാളികളെ സംരക്ഷിക്കണമെന്നും ഈ വിഷയങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭൂമിക റിയൽ എസ്റ്റേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എ രഞ്ജിത്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി CK കബീർ, വൈസ് പ്രസിഡന്റുമാരായ ജിജോ നീലങ്കാവിൽ, ജില്ലാ കോർഡിനേറ്റർ PM ശ്രീനിവാസൻ, ജില്ലാ ട്രഷറർ പ്രഭാത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്ന് മനസ്സിനെ ഒന്ന് നടക്കുന്ന എന്നാൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമ്മയെ കണ്ട് റോഡിന് കുറുകെ ഓടിയ സ്കൂൾ വിദ്യാർത്ഥിനി കാറിന് മുന്നിൽപ്പെട്ടത് ഒരു അത്ഭുത രക്ഷപ്പെടലായി. തലനാരയുടെ വ്യത്യാസത്തിലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ണു നനയിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ എത്രത്തോളം ശ്രദ്ധ വേണമെന്ന വലിയൊരു പാഠം കൂടിയാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തൃശൂർ ചാവക്കാട് നിന്ന് കനത്ത ആശങ്കയുണർത്തുന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ലഭ്യമാകുന്നത്. ചാവക്കാട് പഞ്ചാരമുക്കിലുള്ള പ്രമുഖ മരക്കമ്പനിയിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഈരാട്ടുപേട്ട സ്വദേശിയായ റഫ്സൽ ഉമറിന്റെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനിക്കാണ് തീപിടിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും കമ്പനിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള തടികളും യന്ത്രസാമഗ്രികളും പൂർണ്ണമായി കത്തി അമരുകയാണെന്ന് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. സംഭവ സ്ഥലത്തേക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾ കുതിച്ചെത്തിയിട്ടുണ്ട്. തൃശൂരിലെ പൂരപ്പറമ്പുകൾ ഇനി മാറും. വിദേശ മാധ്യമങ്ങളിൽ വരെ നിറഞ്ഞ ചാലക്കുടിയിലെ റോബോട്ടിക് ആനകൾ. തൃശൂരിലെ ഉത്സവ പ്രേമികൾക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് റോബോട്ടിക് ആനകൾ. ആനപ്പിണ്ടങ്ങളും ഉത്സവ പറമ്പുകളിലെ അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടിയിലെ ക്ഷേത്രങ്ങളിൽ ലൈവ് ആനകൾക്ക് പകരം റോബോട്ടിക് ആനകളെ പ്രതിഷ്ഠിച്ച വാർത്ത അന്താരാഷ്ട്ര മാധ്യമമായ അസോസിയേറ്റഡ് പ്രസ് AP ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടെയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തൃശൂരിന്റെ തനത് പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുന്ന ഈ മാറ്റം ഒരു വലിയ വിപ്ലവമായി മാറിയിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് നഗരസഭയും ജില്ലാ ഭരണകൂടവും കനത്ത ജാഗ്രത നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. യാത്രക്കാരും പൊതുജനങ്ങളും അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് കലക്ടർ അറിയിച്ചു. സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് താരസംഘടനയായ അമ്മയിൽ വീണ്ടും രാജി പരമ്പരകൾക്ക് തുടക്കമായിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച വിവരം ജോയ് മാത്യു തന്നെയാണ് ഔദ്യോഗികമായി പുറത്തുവിട്ടത്. നിലവിലെ ഭരണ സംവിധാനത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അമ്മ എന്നത് ഇപ്പോൾ പൂർണ്ണമായും കുത്തഴിഞ്ഞ സംവിധാനമായി മാറിയെന്നാണ് ജോയ് മാത്യുവിന്റെ പ്രധാന വിമർശനം. സോഷ്യൽ മീഡിയയിൽ വിമർശനം പാടില്ല. കണ്ണൂരിൽ 2 CPM നേതാക്കൾക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി. കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായ CPMലെ അച്ചടക്ക നടപടി സംസ്ഥാന നേതൃത്വത്തെയും MP ഗോവിന്ദനെയും സോഷ്യൽ മീഡിയയിലൂടെ വിമർശിച്ചതിനെ കണ്ണൂരിലെ 2 പ്രമുഖ പ്രാദേശിക നേതാക്കളെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. ഈരാറ്റൂർ നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറി KP പ്രകാശൻ, കുവേരി ലോക്കൽ കമ്മിറ്റി അംഗം ഷൈജു ചാലപ്പുറം എന്നിവർക്കെതിരെയാണ് പാർട്ടി നടപടിയെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വിട്ടുനിന്നു എന്ന ആരോപണം ഇവർക്കെതിരെയുമുണ്ട്. വയനാട് സാഹിത്യോത്സവം 2026 ഔദ്യോഗിക വെബ്സൈറ്റ് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ സാഹിത്യോത്സവമായ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2026ന്റെ 3ാം പതിപ്പിന് ഔദ്യോഗിക തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ മേളയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക നായകരും പങ്കെടുക്കുന്ന ഈ വലിയ മേളയുടെ ഒരുക്കങ്ങൾ ഇതോടെ സജീവമായി കഴിഞ്ഞു. സംസ്ഥാനത്ത് പുതിയ കർഷക തൊഴിൽശാലകളും സ്പോർട്സ് റാങ്കിങ്ങും. കേരളത്തിലെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൃഷി മൃഗസംരക്ഷണ മേഖലകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള പുതിയ വർക്ക്ഷോപ്പുകൾക്ക് ഇന്ന് സംസ്ഥാനത്ത് തുടക്കമായി. ഒപ്പം സ്പോർട്സ് മേഖലയിൽ കേരളത്തെ ദേശീയ തലത്തിൽ മുന്നിലെത്തിക്കുവാനുള്ള പുതിയ റാങ്കിംഗ് സിസ്റ്റവും കായിക വകുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ വാർത്തകളിൽ കനത്ത ആശങ്ക പടർത്തിക്കൊണ്ട് മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും കാലവർഷം അതിശക്തമായി തുടരുന്നു. താനെയിൽ റോഡിലെ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിൽ വീണുകിടന്ന ലൈവ് കേബിളിൽ നിന്ന് ഷോക്കേറ്റ് 17 വയസ്സുകാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി മരണപ്പെട്ടു. മുംബൈ നഗരത്തിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ആഴ്ച ന്യൂസിലാൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ആഴ്ച ന്യൂസിലാൻഡ് സന്ദർശനത്തിനായി പുറപ്പെടും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാങ്കേതിക കരാറുകളിൽ സുപ്രധാന ഒപ്പുവയ്ക്കൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഫിഫ ലോകകപ്പ് 2026 ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ നാടകീയമായ ജയം. ക്രൊയേഷ്യ പുറത്ത്. ഫുട്ബോൾ ലോകത്തെ നെഞ്ചിടിപ്പേറ്റിയ ഒരു മത്സരത്തിനൊടുവിൽ പോർച്ചുഗൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ. റൗണ്ട് ക്രൊയേഷ്യയെ 1-2 ഗോളുകൾക്കാണ് റോബർട്ടോ മാർട്ടിനസിന്റെ സംഘം തകർത്തത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയും ഗോൺസാലോ റാമോസും പോർച്ചുഗലിനായി വലകുലുക്കി. കളിയുടെ അവസാന മിനിറ്റിൽ ക്രൊയേഷ്യയുടെ ഗ്വാഡിയോൾ അടിച്ച ഗോൾ ഓഫ് സൈഡ് വിധിച്ച് റദ്ദാക്കിയത് നാടകീയ രംഗങ്ങൾക്ക് കാരണമായി. പ്രീ ക്വാർട്ടറിൽ സ്പെയിനാണ് പോർച്ചുഗലിന്റെ എതിരാളികൾ. മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രിയയെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് സ്പെയിനും അൾജീരിയയെ 2-0 തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടി. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന് മുകളിൽ വിവാഹാഭ്യർത്ഥന. ന്യൂയോർക്കിലെ വ്യാഖ്യാതമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലെ അഗ്രഹത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വലിഞ്ഞു കയറി പ്രണയിനിക്ക് വിവാഹാഭ്യർത്ഥന നടത്തിയ സാഹസികരായ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭ്രാന്തൻ പ്രണയത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും വൈറലാണ്. വാർത്തകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കൗതുകമുണർത്തുന്ന ഒരു വിശേഷം. നഗരങ്ങളിൽ മനുഷ്യർക്ക് ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ AC മുറികൾ ഉള്ളതുപോലെ ഇപ്പോൾ വളർത്തു നായകൾക്കായി പ്രത്യേക എയർ കണ്ടീഷൻ ചെയ്ത ആഡംബര പ്ലേ ഗ്രൗണ്ടുകളും പാർക്കുകളും വിദേശങ്ങളിൽ ട്രെൻഡിംഗ് ആവുകയാണ്. നായകൾക്ക് കളിക്കുവാൻ സ്വിമ്മിംഗ് പൂളും AC റൂമുകളും അടങ്ങിയ ഈ പാർക്കുകളിൽ തിരക്ക് കണ്ടാൽ മനുഷ്യർ പോലും ഒന്ന് അസൂയപ്പെട്ടു പോകും. എന്താണല്ലേ കാലം മാറിയത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏറ്റവും പുതിയ ട്രെൻഡിംഗ് വാർത്തകളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം സുനിൽ തരകൻ.